എൻ്റെ ഫാമിലിയിൽ ഈ വർഷം 2 കല്യാണങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതിലൊന്ന് ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കല്യാണത്തിന് മാത്രമല്ലേ നമുക്ക് കെട്ടിയൊരുങ്ങി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആഞ്ഞു വെച്ച് അണിഞ്ഞൊരുങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരും 3 കടയിൽ നിന്ന് 3 സാരി വാങ്ങിയിട്ടുണ്ട്. ഇത്രയും നല്ല സാരി വാങ്ങിയിട്ട് വലിച്ചു വാരി ഉടുത്ത് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളും ആ തീരുമാനത്തിലെത്തി പ്രീപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന്. അങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ആ സാരിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് നോക്കുന്ന കലാപരിപാടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 3 പേരുടെ മാത്രമല്ല, കുഞ്ഞമ്മയുടെയും സാരിയുണ്ട്. ഈ കുഞ്ഞമ്മ സാരിയും കൊണ്ട് ഇറങ്ങിയപ്പം വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സാരി കൊടുക്കാനായിട്ട് ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും രാത്രിയായിരുന്നു. ഇതാണ് കുഞ്ഞമ്മയുടെ സാരി. കുഞ്ഞമ്മയുടെ സാരി ശരിക്കും ഞങ്ങളും എപ്പോഴായിരുന്നു കണ്ടത്. എല്ലാവരും മറ്റേ കോമൺ ആയിട്ടുള്ള പട്ടുസാരി എടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞമ്മ മറ്റേ വെറൈറ്റി ആയിട്ട് പോച്ചമ്പള്ളി സിൽക്കിൻ്റെ സാരിയൊക്കെ ആയിരുന്നു കൊണ്ടുവന്നത്. പക്ഷെ നൈസ് കളറായിരുന്നു. ഇതാണ് നമ്മളുടെ ഡ്രേപ്പിസ്റ്റ്. ഓരോ ആൾക്കാരുടെയും ബോഡി ടൈപ്പും എല്ലാം നോക്കിയതിന് ശേഷമാണ് മെഷർമെൻ്റ് എടുക്കുന്നത്. പ്ലീറ്റ് എടുക്കുന്നത് മെഷർമെൻ്റ് അനുസരിച്ചാണ്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ 4 പേരുടെയും സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് ഉടുപ്പിച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഒരു നൈസായിട്ട് ക്യാൻഡിഡ് വീഡിയോ എടുക്കാനാണ് നോക്കിയത്. പക്ഷേ ഇവർ 2 പേരും ഇങ്ങനെ നടന്നു പോയത് കൊണ്ട് നമുക്ക് ആ വീഡിയോ ചീറ്റിപ്പോയി. പിന്നെ അമ്മ അവരുടെ പുറകെ സംസാരിച്ചും പോയി. കൊല്ലം ജില്ലയിൽ ചൂടിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന സമയത്താണ് ഞങ്ങൾ ഇത്രയും അണിഞ്ഞൊരുങ്ങി സാരിയൊക്കെ ഉടുത്ത കല്യാണത്തിന് പോയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഫോട്ടോയോ നല്ലൊരു വീഡിയോയോ ഒന്നും കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോ ആകെ ഇത് മാത്രമേ ഉള്ളൂ.